അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നാലാമത്തെ ബ്ലോക്കാണ് ഇനി നമുക്ക് പറയാനുള്ളത്. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞതുപോലെ ഗദ്യസാഹിത്യത്തിൻ്റെ വിവിധ രൂപങ്ങൾ നമ്മളിങ്ങനെ പറഞ്ഞു വന്നു. നോവലിനെ കുറിച്ച് പറഞ്ഞു, അതുപോലെ ഷോർട്ട് സ്റ്റോറി പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞ സമയത്ത് നേരത്തെ പറഞ്ഞ അല്ലെങ്കിൽ ഓർമ്മിപ്പിച്ച പോലെ അതൊന്ന് രുചി നോക്കുക, സാഹിത്യത്തിൻ്റെ ഒരു അപ്രിസിയേഷൻ നടത്തുക, നോവൽ സാഹിത്യത്തിൻ്റെയും നാടകത്തിൻ്റെയൊക്കെ ഒരു അപ്രിസിയേഷൻ നടത്തുക എന്നതിൻ്റെ ഭാഗമായിട്ട് നോവൽ പറഞ്ഞു, ചെറുകഥ പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് ഡ്രാമ ഇൻ അറബിക്കാണ്. അറബി സാഹിത്യത്തിലെ നാടകത്തെക്കുറിച്ചാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ നോവൽ പറഞ്ഞപ്പോൾ നജീബ് മഹ്ഫൂദിനെ പറഞ്ഞ പോലെ, ഷോർട്ട് സ്റ്റോറിയിൽ ഹന്നാമീനയെ കൊണ്ടുവന്ന പോലെ, എന്തുകൊണ്ടും നാടകകലയിൽ അറബി സാഹിത്യത്തിന് ചെറുതല്ലാത്ത സംഭാവനകൾ നൽകിയ അല്ലെങ്കിൽ ഭീമമായ സംഭാവനകൾ നൽകിയ ആൾ ആണ് തൗഫീഖുൽ ഹക്കീം. തൗഫീഖുൽ ഹക്കീമിൻ്റെ നാടകമെഴുത്തും അദ്ദേഹത്തിൻ്റെ ജീവചരിത്രവും നാടകമെഴുത്തിൻ്റെ മേന്മയും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മളിനി നാലാമത്തെ ബ്ലോക്കിലെ ഒന്നാമത്തെ യൂണിറ്റ് ആരംഭിക്കുന്നത്. അത് കഴിഞ്ഞ് തൗഫീഖുൽ ഹക്കീമിൻ്റെ ഡ്രാമയിൽ നിന്നൊരു ഭാഗം കൂടി പറഞ്ഞാൽ നാലാമത്തെ യൂണിറ്റും സമാപിക്കുകയാണ്. അപ്പോൾ താരിഫ് ബി തൗഫീഖുൽ ഹക്കീം. തൗഫീഖുൽ ഹക്കീം എന്ന വ്യക്തിയെക്കുറിച്ച് ആദ്യം പറയുന്നു. നമ്മൾ തുടക്കത്തിലെല്ലാ ഗദ്യസാഹിത്യത്തെക്കുറിച്ചും പറഞ്ഞ സമയത്ത് ബ്രീഫാക്കിയിട്ട് ഈ എഴുത്തുകാരെ കുറിച്ചൊക്കെ പറഞ്ഞതാണ്. എന്നാലും വിശദമായി മനസ്സിലാക്കാൻ അവരുടെ എഴുത്തിൻ്റെ ശൈലി, അവരുടെ എഴുത്തിൻ്റെ തുടക്കം, വളർച്ച, അവരുടെ മറ്റു സംഭാവനകളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി വിശദീകരിക്കുകയാണ്. തൗഫീഖുൽ ഹക്കീം ഹുവ അദീബുൻ വ റിവായിയുൻ വ കാത്തിബുൻ മസ്രഹിയുൻ മിസിരിയുൻ. ഒരൊറ്റ സെൻറ്റൻസിൽ ഒരുപാട് വലിയ കാര്യങ്ങളാണ് പറഞ്ഞത്. തൗഫീഖുൽ ഹക്കീം ഹുവ അദീബുൻ വ റിവായിയുൻ, സാഹിത്യകാരനാണ്, നോവലിസ്റ്റാണ്. വക്കാത്തിബ് മസ്രഹി, അദ്ദേഹം നാടകമെഴുത്തുകാരനാണ്. മിസ്രി, ഈജിപ്തുകാരനാണ്. അപ്പോൾ വലിയ സംഭാവനകൾ സാഹിത്യ ലോകത്തിന് നൽകിയ അദീബാണ്, സാഹിത്യകാരനാണ് തൗഫീഖുൽ ഹക്കീം. യുഅദ്ദു മിൻ റുവാദിൽ അദബിൽ ഹദീസ്, അറബി സാഹിത്യത്തിൻ്റെ മുന്നേറ്റത്തിന് ചുക്കാൻ പിടിച്ചവരിൽ ഒരാളായിട്ട് അദ്ദേഹത്തെയും എണ്ണപ്പെടാറുണ്ട്. റുവാദ്, റായിദ്, റുവാദ്. വഫന്നുൽ കിതാബൽ മസ്രഹിയ, അതുപോലെ തന്നെ ഗദ്യസാഹിത്യത്തിൻ്റെ പൊതുവിലും നാടകചരിത്രത്തിൻ്റെ പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ മികവ്, അദ്ദേഹം സാഹിത്യത്തെ കൈപ്പിടിച്ചുയർത്തി എന്ന രീതിയിൽ എണ്ണപ്പെടാറുണ്ട്. വക്കാന അഹദുർ റുബൂസിൽ ഫിക്കിരിയ ഇല ജാനിബിൽ അഖാദ് വ ത്വഹ ഹുസൈൻ വ നജീബ് മഹ്ഫൂദ് ഫി ഫത്രത്തിൻ ഷഹിദത്ത് ഫിഹാ മിസ്ർ ഹറക്കത്തുൻ സഖാഫിയ വ സിയാസിയ ഹാമ. വക്കാന അഹദുർ റുമൂസിൽ ഫിക്കിരിയ, ചിന്താമേഖലയിൽ എണ്ണപ്പെടുന്ന പ്രതീകങ്ങളിൽ ഒരാളായിരുന്നു അദ്ദേഹം. ഇലാ ജാനിബിൽ അഖാദ്, അക്കാലഘട്ടത്തിലെ പ്രശസ്തരായ അഖാദിനെ പോലെ. അപ്പോൾ അക്കാലഘട്ടത്തിൽ അഖാദും ത്വഹ ഹുസൈനും നജീബ് മഹ്ഫൂദും ഒക്കെ മിസ്റിൻ്റെ പ്രശസ്തി അല്ലെങ്കിൽ മിസ്റിൻ്റെ ഗരിമ ലോകത്ത് മുഴുവൻ ഉയർത്തി നിൽക്കുന്ന കാലഘട്ടത്തിൽ അക്കൂട്ടത്തിൽപ്പെട്ട ഒരാൾ തന്നെയായിരുന്നു തൗഫീഖുൽ ഹക്കീം. ആസൽ ഹർബൈനിൽ ആലമീയത്തെയിൻ, 2 ലോകമഹായുദ്ധങ്ങൾക്ക് സാക്ഷിയാകേണ്ടി വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്. 1914 1939. വആസറ അമാല ഖത്തൽ അദബി ഫി തിൽക്കൽ ഫത്ര മിസ്ല മുസ്തഫ സാദിഖ് അർ-റാഫിഈ വ ത്വഹ ഹുസൈൻ. നേരത്തെ പറഞ്ഞ പോലെ സാഹിത്യകാരന്മാരിലെ പ്രമുഖരായ ആളുകളുടെ കൂടെ വസിക്കേണ്ടി വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്. ഉലിദ തൗഫീഖ് ഇസ്മായിൽ അൽ ഹക്കീം ഫി മദീനത്തുൽ ഇസ്കൻഡരിയ. 1898 അലക്സാണ്ട്രിയയിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം ദംനഹൂർ എന്ന യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് അദ്ദേഹം ബിരുദമെടുത്തത്. സുമോമിൻ മദ്രസത്തി സാനവിയ ബിൽ ഖാഹിറ, പിന്നെ അദ്ദേഹം കെയ്റോവിൽ പഠിച്ചു. അദ്ദേഹത്തിൻ്റെ സ്കൂൾ ജീവിതത്തിന് അദ്ദേഹത്തിൻ്റെ പാഠ്യ വിഷയങ്ങളിൽ വലിയ പങ്കുണ്ടായിരുന്നു. ഏതായാലും അങ്ങനെ പഠനഘട്ടം അദ്ദേഹത്തിൻ്റെ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. 1928 തൗഫീഖുൽ ഹക്കീം മിസ്രിലേക്ക് തന്നെ പഠനം പൂർത്തിയാക്കി വരുന്നുണ്ട്. പിന്നെ 1930 അദ്ദേഹം സലക്കൽ ഖലാ വ അമല വക്കീലൻ ലിന്നായിബില്ലാം, അദ്ദേഹം ജഡ്ജ്മെൻറ്റ് മേഖലയിലേക്ക് കടക്കുകയാണ്. വിധി നിർണ്ണയത്തിൻ്റെ ഖാദിയുടെ ഒരു റോൾ കൂടി അദ്ദേഹം ഏറ്റെടുക്കുകയാണ്. ഏതായാലും ഈ കാലഘട്ടങ്ങളൊക്കെ, അദ്ദേഹത്തിൻ്റെ ജീവിതം, പഠനം തുടങ്ങിയ കാലഘട്ടങ്ങളൊക്കെ വക്കാന ഫി അസ്നാഇ ദാലിക യക്തുബു ഫിൽ മസ്റഹി വൽ ഖിസ്സ,
അക്കാദമിക ജീവിതത്തിനിടയിലും അദ്ദേഹം എഴുത്തുകൾ തുടർന്നിരുന്നു. വൽ മക്കാലത്തുൽ ഇജ്തിമാഇയ്യ വ സിയാസിയ, സാമൂഹിക രാഷ്ട്രീയ ലേഖനങ്ങൾ അദ്ദേഹം ഇക്കാലയളവിൽ എഴുതിയിട്ടുണ്ട്. മുതഅസ്സിറൻ ബിനഖലിഹി ഫിൽ അരിയാഫ് മുആയശത്തി ഖളായ നാസി മശാക്കിലിഹിം. അദ്ദേഹത്തിൻ്റെ തൊഴിലിനെക്കുറിച്ചും ഔദ്യോഗിക ജീവിതത്തെക്കുറിച്ചൊക്കെ മുമ്പ് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ അക്കാലഘട്ടത്തിലെ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ എന്നുള്ള നിലക്ക്, അല്ലെങ്കിൽ ഒരു നായിബ് വക്കീൽ എന്നുള്ള നിലക്ക് അദ്ദേഹത്തെ പറഞ്ഞയക്കുമ്പോൾ ഒരു അഡ്മിനിസ്ട്രേറ്റർ ഓഫ് ഒരു വില്ലേജിൻ്റെ അഡ്മിനിസ്ട്രേറ്ററൊക്കെയാണല്ലോ അത്. ഗ്രാമങ്ങളെ ജീവിതത്തെക്കുറിച്ച് അദ്ദേഹം കൃത്യമായി കണ്ടിരുന്നു. അപ്പോൾ ആ ഒരു ജീവിതാനുഭവം, ഔദ്യോഗിക ജീവിതകാലത്ത് അദ്ദേഹം കണ്ടറിഞ്ഞ ഗ്രാമീണ ജീവിത വ്യവസ്ഥ, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ വന്നിരുന്നു. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെച്ച ഒരു ഗ്രന്ഥമാണ് യൗമിയാത്തു നായിബിൽ അരിയാഫ്. യൗമിയാത്തു നായിബിൽ അരിയാഫ്, ഒരു നായിബിൻ്റെ അല്ലെങ്കിൽ ഒരു സർക്കാർ പ്രതിനിധിയുടെ ഗ്രാമീണ ജീവിതത്തിൻ്റെ ദിനങ്ങൾ എന്നൊക്കെ വേണമെങ്കിൽ അതിനർത്ഥം വെക്കാം. അതുപോലെ ധാരാളം നാടകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അഹ്ലുൽ കഹ്ഫ്, ഷഹർസാദ്, ഇലാഫത്തന്നില അദ്മിൽ ഖിസ്സ, കഥയെഴുത്ത് നടത്തിയതോടൊപ്പം ധാരാളം നാടകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ കഥകളിൽപ്പെട്ടതാണ് ഔദത്തുർ റൂഹ്, ഉസ്ഫൂറും മിന ശർഖ്, വൽ ഖസ്റുൽ മസ്ഹൂർ, വഖദ് ഇസ്തഖാല മിൻ അമലിഹിൽ ഹുക്കൂമി ലിയതഫറഅ ലിൽ കിതാബ് അൽ അദബിയ്യ. 1944 അദ്ദേഹം തൻ്റെ സർക്കാർ ജോലി ഒഴിവാക്കി പൂർണ്ണമായി എഴുത്തിനു വേണ്ടി മാറ്റിവെച്ചു. മുല്ലമ്മ ഇല ഹയ്യത്തി തെഹ്രീർ മജല്ലത്തി അഖ്ബാറുൽ യൗം എന്ന പത്രത്തിൻ്റെ എഡിറ്റോറിയൽ ബോർഡിൽ അദ്ദേഹം ചേർക്കപ്പെട്ടു. ഇനി അടുത്തൊരു സംഭവം നടക്കുന്നത് 1954 ഒയ്യന മുദീർ അലി ദാറുൽ കുത്തുബിൽ മിസ്രിയ, മിസ്രിലെ ദാറുൽ കുത്തുബ് എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറായിട്ട് അദ്ദേഹം നിയമിതനായി. അതുപോലെ അദ്ദേഹം അക്കാലഘട്ടത്തിൽ തുഹിബ ഉളുവൻ ആമിലൻ ഫി മജ്മഇൽ അൽ അറബിയ, അറബിക് ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു മെമ്പറായി അദ്ദേഹത്തെ തിരഞ്ഞെടുക്കപ്പെട്ടു. ഇങ്ങനെ വിവിധങ്ങളായ ഔദ്യോഗികമായതും സാഹിത്യപരമായതും ഭരണപരമായതും രാഷ്ട്രീയപരമായതുമായ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഈ കാലയളവിൽ അദ്ദേഹം ഏറ്റെടുക്കുകയുണ്ടായി. അപ്പോൾ നല്ലൊരു ഉദ്യോഗസ്ഥനായിരുന്ന, നല്ല എഴുത്തുകാരനായിരുന്ന, നല്ല സാമൂഹിക പ്രവർത്തകനായിരുന്ന, നല്ല രാഷ്ട്രീയ നേതാവായിരുന്ന തൗഫീഖുൽ ഹക്കീമും ഫന്നുൽ മസ്റഹിയും. തൗഫീഖുൽ ഹക്കീം ബി സിഫത്തിഹിൽ മസ്റഹി അൽ കബീർ നദറു ഹയാത്തുഹുലിൽ മസ്റഹ്. തൗഫീഖുൽ ഹക്കീം ബി സിഫത്തിഹിൽ മസ്റഹി അൽ കബീർ, വലിയൊരു നാടകെഴുത്തുകാരൻ എന്നുള്ള നിലക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതം വളരെ വ്യത്യസ്തമായിരുന്നു. വഹു അഹമ്മുമൻ കത്തബൽ മസ്റഹിയാത്ത് വഹമുൽ മുഅസ്സിസീന വൽ മുഅസ്സിലീന ലിൽ ഹർക്കത്തിൽ മസ്റഹിയ അൽ അറബിയ. അറബിയിൽ ഏറ്റവും കൂടുതൽ എഴുതിയ ആളുകളുടെ കൂട്ടത്തിലും ഏറ്റവും കൂടുതൽ അറബി സാഹിത്യത്തിന് മാറ്റം കൊണ്ടുവരുന്നവരുടെ കൂട്ടത്തിലും അദ്ദേഹം എണ്ണപ്പെടുന്നു. കാരണം അല്ലഫ നഹ്വ മിഅ മസ്റഹിയ, 100 നാടകത്തോളം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇൻഖസമത്ത് അമാലുഹുൽ മസ്റഹിയ ഇലൽ മസ്റഹിൽ ഇജ്തിമായി വൽ മസ്റഹി ദിഹിനി. അദ്ദേഹത്തിൻ്റെ നാടകങ്ങളെ നമുക്ക് അൽ മസ്റഹ് അൽ ഇജ്തിമായി, സാമൂഹിക നാടകങ്ങൾ, വൽ മസ്റഹ് അൽ ദിഹിനി, ഇൻ്റലക്ച്വൽ ഡ്രാമാസ് ആൻഡ് സോഷ്യൽ ഡ്രാമ, ഇങ്ങനെയൊക്കെ നാടകങ്ങളെ തരംതിരിക്കാൻ പറ്റും. അൽ മുർത്തക്കിസ് ഇലൽ ഫിക്രിൽ ഫൽസഫി, കാരണം എന്താ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ നാടകങ്ങൾക്ക് ഒരു ഫിലോസഫിക്കലായിട്ടുള്ള ഒരു കേന്ദ്രീകരണം ഉണ്ടായിരുന്നു. വഖദ് ശക്കര ദാലിക ദിആമത്തൻ അസാസിയ ലിൽ ഹർക്കത്തിൽ മസ്റഹിയ ഫി മിസ്ർ വൽ ആലമിൽ അറബി. അത് അദ്ദേഹം ഒരു നാടകത്തിൻ്റെ മുന്നേറ്റത്തിന് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ സഹായകമായി. വഖദ് റക്കസ ഫി മസ്റഹിയാത്തിഹി അൽ ഇജ്തിമാഇയ്യ അലൽ മുഷ്കിലാത്തി വൽ ഖളിയാത്തി അല്ലത്തി കാന യുആനി മിഹ അൽ മുജ്തമഉ അൽ മിസ്രി യൗമഹ. അന്നേ ദിവസം മിസ്രിലുള്ള ആളുകൾ അനുഭവിച്ചു കൊണ്ടിരുന്ന, പ്രത്യേകിച്ച് ഗ്രാമീണവാസികളൊക്കെ ആയിരുന്ന ആളുകളും സാമൂഹികമായിട്ടൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ് അദ്ദേഹം തൻ്റെ നാടകങ്ങൾക്ക് തിരഞ്ഞെടുത്തത്. വഖദ് റക്കസ ഫി മസ്റഹിയാത്തിഹി അൽ മുജ്തമഉ അൽ മിസ്രി യൗമഹ വഅമ്മ മസ്റഹിയാത്തു ഹുദ്ദീനിയ ഫക്കാൻ. ഇനി അദ്ദേഹത്തിൻ്റെ ഇൻ്റലക്ച്വൽ ഡ്രാമാസ്, അത് ചിന്താപരമായ പല കാര്യങ്ങളെയും അടിസ്ഥാനപരമായിട്ടും ഒക്കെ ചോദ്യം ചെയ്യുകയും പരിശോധിക്കുകയൊക്കെ ചെയ്യുന്ന രീതിയിലുള്ളതായിരുന്നു. ഇങ്ങനെ നാടകത്തിൻ്റെ വിവിധ മേഖലകളിൽ അദ്ദേഹം രചനകൾ നടത്തി. ഇനി മറാഹിൽ മുഖ്തലിഫ ഫി മുസാഹമാത്തി തൗഫീഖുൽ ഹക്കീം. തൗഫീഖുൽ ഹക്കീമിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ഘട്ടങ്ങൾ, അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷനിൽ വന്ന വ്യത്യസ്തമായ ഘട്ടങ്ങൾ. അൽഹർ തൗഫീഖുൽ ഹക്കീം മുൻദു സിഗരിഹി ഇഹ്തിമാമൻ അമീഖൻ ബിൽ അദബി വൽ മസ്റഹ്. ചെറുപ്പത്തിൽ തന്നെ നാടകത്തിലും സാഹിത്യത്തിലും ശ്രദ്ധ കൊടുത്തിരുന്ന എഴുത്തുകാരനാണ് തൗഫീഖുൽ ഹക്കീം.
ഹൈസുഖാനെ ഹലുൽ അറൂൽ മസ്രഹിയ ബിൻതിലാമി ഹത്ത ബദ ഫി കിതാബത്തി മസ്രഹിയ ഖസീറ അസ്ന ഫസ്രത്തി ദിറാസത്തി ഫിൽ മദ്രസത്തി സ്ഥാനവിയ. അദ്ദേഹം സെക്കൻഡറി എഡ്യൂക്കേഷന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നാടകങ്ങൾ എഴുതി തുടങ്ങി. ധാരാളം അക്കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ വയസ്സനുസരിച്ച് അദ്ദേഹം ധാരാളം നാടകങ്ങൾ എഴുതി പുറത്തിറക്കി. അതിൽപ്പെട്ടതാണ് അലി ബാബ, ഖാത്തിം സുലൈമാൻ, അരീസ്. വഫി ബാരിസ് വജദ നഫ്സഹു മുൻജദിബൻ ഇലൽ മസ്ർ വല സിയമാ ദിറാമ അൽ യുനാനി അൽ ഖദീം. അദ്ദേഹം പാരീസിലെത്തിയപ്പോൾ അദ്ദേഹത്തിന് നാടകത്തിലേക്ക് ആകർഷണനായതുപോലെ തോന്നി. അങ്ങനെ വിവിധ രാജ്യങ്ങൾ സന്ദർശിച്ച് അദ്ദേഹം നാടകത്തെ കൊണ്ടുവരികയാണ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ നാടകങ്ങൾ 5 മർഹലകൾ താണ്ടിക്കടന്നതാണ്. മർഹല അൽ മസ്രഹിയ, അൽ ഫക്കാഹിയ. ഇതിൽ അദ്ദേഹം കുറച്ച് ഡ്രാമകളൊക്കെ ഒരു കോമഡി ആയിട്ടാണ് കൊണ്ടുവന്നിരുന്നത്. പിന്നെ ഇജ്തിമാഇയ്യ, വാഖിയ്യ, സോഷ്യോ റിയലിസം. അതുപോലെ മസ്രഹിയ ദിഹിനിയ, പിന്നീട് ഇൻ്റലക്ച്വൽ ഡ്രാമകളുടെ കാലഘട്ടം. മസ്രഹിയ അൽ ഹാദിഫ, അത് മസ്രഹിയ തൗബ അൽ ഫൽസഫത്ത് അൽ ഇഷ്തിറാക്കിയ, അത് ഫിലോസഫിയെ പറയുന്നതാണ്. ഫിലോസഫികൾ കൂടുതലായിട്ട് പറയുന്ന, ഫിലോസഫിയും സോഷ്യലിസവും ഒക്കെ പറയുന്ന അദ്ദേഹത്തിൻ്റെ നാടകങ്ങളുണ്ട്. ഏതായാലും പിന്നെ അൽ മസ്രത്തുല്ല മഖൂല, ഒരു നാടകത്തിൻ്റെ മറ്റൊരു രീതി. ഫഖത്ത മസ്രയ്യ താലി ഷജറ വയ്യ മഹസീറത്തും വഹീദത്തുൻ ഫിഹാദൽ ബാദ്. ഒരു ബാബിൽ ഒരു വിഷയം മാത്രം വെച്ചുകൊണ്ട് എഴുതുന്ന നാടകങ്ങൾ. ഇങ്ങനെ പല രീതിയിൽ നാടകങ്ങൾ എഴുതി പ്രശസ്തനായി. അദ്ദേഹത്തിൻ്റെ അമാലുകൾ, ഒരുപാട് അമാലുകളുണ്ട് എന്ന് പറഞ്ഞാൽ പ്രത്യേകമായതിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഖസായിസു മസ്രഹി തൗഫീഖുൽ ഹക്കീം, തൗഫീഖുൽ ഹക്കീമിൻ്റെ ഡ്രാമകളുടെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ യുഅദ്ദു തൗഫീഖുൽ ഹക്കീം മിൻ അബ്രായി മൻ റവാ ഖബറൻ വഅഖാമ ഹിവാറൻ ഫിൽ ആലമിൽ അറബി ലിൽ അഹദി അല്ലദി തവറത്ത് ഫീഹിൽ ഖസസ് വൽ മസ്റ. നാടകവും കഥയും സുപരിചിതമായ ലോകത്ത് പുതിയൊരു വിപ്ലവം സൃഷ്ടിച്ച എഴുത്തുകാരൻ തന്നെയാണ് തൗഫീഖുൽ ഹക്കീം. അദ്ദേഹത്തിന് കാരണം എന്താ? നൗ അൻ അദീബ് അദബിയൻ അറബിയൻ മുഹ്തറമൻ. അദ്ദേഹം അദബിനെ ഒരു അറബിയുടെ ആദരിക്കപ്പെടുന്ന രീതിയിൽ കൈകാര്യം ചെയ്തു എന്നല്ല. കാനത്ത് മൂലമുൽ മസ്രഹിയാത്തിൻ നസ്രിയ ഖബലഹു ഇബാറത്തുൻ അൻ കൗമദിയ ഹഫീഫത്തുൻ മുഹസല. അദ്ദേഹം എഴുതിയതിനു മുമ്പുണ്ടായിരുന്ന ഡ്രാമകളൊക്കെ വെറും ഒരു കോമഡി, വലിയ സാഹിത്യമൂല്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു. ആ കാലഘട്ടത്തിലാണ് തൗഫീഖുൽ ഹക്കീം അദ്ദേഹത്തിൻ്റെ നാടകങ്ങളുമായിട്ട് കടന്നു വരുന്നത്. ഇനി അൽ ഉസ്ലൂബ് അൽ കിതാബി, അദ്ദേഹത്തിൻ്റെ കിതാബിയായ ശൈലി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ സ്റ്റൈല്. കാൻ ഉസ്ലൂബ് അൽ കിതാബി അലി തൗഫീഖ് അൽ ഹക്കീം യജ്മഉ ബൈന താബ് റംസി അദ്ദലാലി വ താബ് അൽ വാഖി. അദ്ദേഹത്തിൻ്റെ ഇൻഡിക്കേഷൻ വരുന്ന താപവും അതുപോലെ റിയലിസവുമായിട്ടുള്ള ഈ 2 കാര്യങ്ങളായിരുന്നു അദ്ദേഹം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ രചനകൾ ഈ രീതിയിലാണ് കൊണ്ടുവന്നത്. അപ്പോൾ അതിൽ അത്തരം രചനകൾക്ക് ഉണ്ടാകുന്ന വിഷയം എന്താ വെച്ചാൽ അൽ ഹയാലാത്ത് വ തഅമ്മുഖ് ഫിൽ അഫ്കാർ, ആഴത്തിലുള്ള ചിന്തകളും മറ്റുമൊക്കെ അതിൽ കാണാൻ കഴിയും. അത്തരം ഒന്നാണ് ഔദത്തുർ റൂഹ് എന്ന് പറയുന്ന രചനയൊക്കെ. ഇനി അദ്ദേഹം തിരഞ്ഞെടുക്കുന്ന വിഷയങ്ങൾ അദ്ദേഹത്തിൻ്റെ മിൻ അഹമ്മി മുമയ്യസാത്തി മസ്രഹി തൗഫീഖുൽ ഹക്കീം അത്തനവ്വു ഫി ഷക്കിൽ മസ്രഹി ഇന്ദൽ ഹക്കീം. വ്യത്യസ്ത വിഭിന്നത ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഹൈസു നജിദ് ഫി മസ്രഹിയാത്തിഹ ദിറാമ അൽ ഹദീസ. അങ്ങനെ പറഞ്ഞാൽ പുതിയ ട്രെൻഡുകളൊക്കെ അദ്ദേഹം ഉപയോഗിക്കും. മോഡേൺ ഡ്രാമ, കോമഡി, ട്രാജിക് കോമഡി, പിന്നെ സോഷ്യൽ കോമഡി, ഇങ്ങനെയുള്ള പല ഇനങ്ങളും അദ്ദേഹത്തിൻ്റെ നാടകങ്ങളിൽ മൗലു ആയിട്ട് സബ്ജക്റ്റായിട്ട് സ്വീകരിച്ചിട്ടുണ്ട്. ഇനി അൽ മസ്റഹുദ്ദീനി എന്ന് പറഞ്ഞ തൗഫീഖുൽ ഹക്കീമിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഓർമ്മ വരുന്ന ഒന്നാണ് മസ്റഹുദ്ദീനി, ഇൻ്റലക്ച്വൽ ഡ്രാമാസ്. തമയ്യസ് അൽ മസ്റഹുദ്ദീനി ബിൽ ബിനാഇ അത്തറാജീദി വത്സിറാ തറാജീദി വൽ ഖലായ ദിഹ്നിയ. മസ്റഹുദ്ദീനി എന്ന് പറയുന്നത് ട്രാജഡിയും കോമഡിയും അല്ലെങ്കിൽ ഇൻ്റലക്ച്വലൊക്കെ ആയിട്ടുള്ള വിഷയങ്ങൾ പലതും ഇടകലർന്നതാണ്. അപ്പോൾ അതിൽ പറയുന്ന വൽ ഖലായ ദിഹ്നിയ വമാനൽ ഹയാത്തി വൽ മാരിഫ് അൽ ഹുബ് വൽ അബാദ് ഇൻസാനിയ വഹു അല അക്സൽ മസ്റഹി തഖലീദി. അത് തഖലീദിയായ അഥവാ ഫോളോ ചെയ്ത് ഇമിറ്റേറ്റ് ചെയ്ത് വരുന്ന നാടകത്തേക്കാൾ എന്തുകൊണ്ടും ഉഷാറായിരിക്കും. ഏതായാലും ഇങ്ങനെയുള്ള നാടകങ്ങളുടെ വിഷയങ്ങളുടെ കൂട്ടത്തിൽ തൗഫീഖുൽ ഹക്കീം ദിഹിനി, ഇൻ്റലക്ച്വലായിട്ട് അഖലിനെ ബാധിക്കുന്ന രീതിയിലുള്ള നാടകങ്ങൾക്ക് പ്രാമുഖ്യം കൊടുത്തു. അപ്പോൾ അങ്ങനെ അദ്ദേഹം കൊടുത്തപ്പോൾ അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? താമുഖ ഷഖ്സിയാത്ത്, ആഴത്തിലിറങ്ങും കഥാപാത്രങ്ങൾ. മറ്റൊന്ന് തഹ്ലീലുൽ നിജ്തിമായി, ഒരു പ്രശ്നം പറയല്ല, ഒരു സോഷ്യൽ സൊല്യൂഷൻ കൂടി പറയുന്ന രീതിയിലായിരിക്കും. അതുപോലെ സിംബോളിക് ആൻഡ് മെറ്റാഫിസിക് രീതിയിലുള്ള രചനകളും വരുന്നുണ്ട്. അതുപോലെ ആക്റ്റീവ് ലാംഗ്വേജാണ് ഇതിന് ഉപയോഗിക്കുക. ചുരുക്കത്തിൽ മസ്റഹുദ്ദീനി തൗഫീഖുൽ ഹക്കീം എന്ന് പറയുന്നത്
സമൂഹത്തേക്കാൾ വ്യക്തിയിൽ കൂടുതൽ ആഴത്തിലിറങ്ങുന്ന പഠന രൂപമാണ്, ശാഖയാണ്. ഇനി അതിലുപയോഗിക്കുന്ന ലുഗ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള സലീലായിട്ടുള്ള കുറഞ്ഞ മുഫ്രദുകളൊക്കെ ഉള്ള പദങ്ങളാണ് അദ്ദേഹം ഈ തൻ്റെ നാടകങ്ങളിൽ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അദ്ദേഹത്തിൻ്റെ ഒരു നാടകം കൂടി മനസ്സിലാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശൈലിയെക്കുറിച്ചും എഴുത്തിൻ്റെ രീതിയെക്കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാകും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.